Okay, super. How are you? അടിപൊളിയാണോ? അതെ, സ്കൂളിൽ പോകലുണ്ടോ ഇപ്പോ? ഇല്ലേ? യെസ്. ഓക്കെ, ഗുഡ്. സ്കൂളിലെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ? നോ. നോ. ഓക്കെ. യെസ്, കഴിഞ്ഞു. ഓക്കെ, സൂപ്പർ. അടിപൊളി അടിപൊളി. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് അറിയോടാ നിങ്ങൾക്ക്? വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ, യു നോ ദാറ്റ്? അറിയുമോ? നോ. I'll say today's plan. Today's plan is very very simple. എന്താണെന്നറിയോ? ഇറ്റ് ഇസ് ലൈക്ക്, ഇന്ന് നമ്മൾ റിവിഷൻ, കഴിഞ്ഞ ദിവസം നമ്മൾ റിവിഷൻ നടത്തിയില്ലേ? ഇറ്റ് വാസ് അബൌട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലേ? ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ്സ് വൺ ഓഫ് യുവർ ഓൾമോസ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. ഈ ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Okay, so as we did in our last class, we will be doing a few questions from this chapter. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ. Okay, as usual. So you will be taking now your notebook, your textbook, a pen, a pencil, a rubber, because കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാനുണ്ടെന്ന്, അതുകൊണ്ട് പെന്ന് പെൻസിലൊക്കെ വേണം. Then if you want, you can take your school notebooks as well. Okay. Yeah. എന്നിട്ട് എന്ത് ചെയ്യണം? You will be taking one fresh page. Do you remember how many questions we have done from the last chapter that we studied already? ഓർക്കുന്നുണ്ടോ? എത്ര ക്വസ്റ്റ്യൻ ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? യെസ്. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടാ. എത്ര ക്വസ്റ്റ്യൻ ചെയ്തെന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ചാറ്റ് ബോക്സിൽ എല്ലാവരും നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. This chapter is cancelled in our book. എന്തോന്ന്? 10 ക്വസ്റ്റ്യൻ ആണോടാ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ ക്ലാസ്സിൽ? നിങ്ങൾ നമ്പർ ഒന്നും ഇട്ടിട്ടില്ല അല്ലേ? 3യോ? ബാക്കി എവിടെ പോയി? 11. ഇതെന്താടാ ഇത്? പലർക്കും പല നമ്പർ. Everybody is having different numbers. 10, 11 ആ ഒരു റേഞ്ചിലാന്ന് തോന്നുന്നു. I think 10. 3 questions with boys and girls. Okay, fine. ശരി. അപ്പൊ നമ്മൾ ഇന്നും അതുപോലെ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ടുഡേ. ബട്ട് ദിസ് നമ്മൾ റീപ്രൊഡക്ഷൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഒരു ഫ്രഷ് പേജ് എടുക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ. എന്നിട്ട് നിങ്ങൾ ഡേറ്റ് ഇടുക. യു പുട്ട് യുവർ ഡേറ്റ്സ് ആൻഡ് യു റൈറ്റ് റിവിഷൻ and you'll be giving the chapter's title. Reproduction animals നിങ്ങൾ chapter title കൊടുക്കുക. Okay? Yes. As usual, I'll be showing you one question. നിങ്ങൾ അത് copy down ചെയ്യണം. Copy down ചെയ്ത ശേഷം you need to find an answer for that. If you know, write by your own. Otherwise, notebook or textbook എന്താണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആൻസർ കണ്ടെത്തുക. Then you try to answer it down. Okay, later we will be discussing the answers. കേട്ടോ, ഞാൻ ആൻസർ കാണിച്ചു തരാം. But I'll say one thing, there will not be like a huge time to copy down whatever answer I am showing. അത്ര സമയമൊന്നും ഉണ്ടാവില്ല. So you should be writing some answer and you should be correcting if you are having any mistakes while I show. കേട്ടോ? Yeah? Okay, so we will start. അല്ലേ? First question. What do you mean by metamorphosis and how does metamorphosis takes place in frog? You have to define what is actually metamorphosis and you have to explain like how metamorphosis happens in frog. ചോദ്യം എഴുതണം, ആൻസർ എഴുതണം. എന്നിട്ട് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസും ചെയ്യണം. കേട്ടോ? യാ. ന്യൂ സ്റ്റുഡൻറ് അല്ലേ? ആരാ? ധൻവന്ത്. അൺമ്യൂട്ട് ചെയ്യോ മക്കളെ? എന്തുണ്ട് വിശേഷം?
വിശേഷമില്ലടാ? സുഖാണോ? സുഖാണ്. പുതിയ കുട്ടിയാ? ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്ലാസ്? ഐ മീൻ വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ? ഓ അത് ചെയ്തു. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാ വീട്? എവിടെയാ? കോട്ടയത്തോ? അതെവിടെയാ? ഏത് ജില്ല? ഓ അത് ശരി. ഓക്കെ. വിച്ച് സ്കൂൾ യു ആർ സ്റ്റഡിങ് ഇൻ? I have heard about that. Yeah, super super. Class ഇഷ്ടപ്പെട്ടോ? Okay. Okay, we'll meet soon. എഴുതി കഴിഞ്ഞു. ജസ്ന. എന്താ? അതെയോ? ജസ്ന ഇരുട്ടത്തിരിക്കണായിരുന്നു അല്ലേ ഇത്ര നാള്? അല്ലേ ജസ്ന? ഇപ്പൊ വെളിച്ചത്തോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ അഭിജിത്ത് സാറ്. ഓക്കെ. എടാ റോഹൻ, നീ എന്തെടുക്കണേ? What are you doing? അന്മ്യൂട്ട് ചെയ്യാമോ റോഹനെ? എന്തെടുക്കണേ? അന്മ്യൂട്ട് ചെയ്യടാ. ചിരിക്കണ്ട നീ. What are you doing? എന്തോന്ന്? ഫ്രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് നിനക്ക് എന്റെ ക്ലാസ്സില്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? എന്തോന്ന്? നീ ആദ്യം തുടങ്ങിയപ്പോ മുതലേ ആ റെഡ് ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട്. എന്നിട്ട് പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഫോൺ തിരിച്ച് അമ്മയെ ഏൽപ്പിക്കാൻ പോവാന്ന്. അപ്പൊ തിരിച്ച് ആ കുന്തം കൊണ്ട് തന്നെയാ വന്നേക്കുന്നത്. നീ ചോദ്യം എഴുതിയോ? ആ സൂപ്പർ. പുതിയ പേജ് എടുത്തിട്ട് റിവിഷൻ ഹെഡിങ് അതൊക്കെ എഴുതിയോ? ഞാൻ വിളിക്കട്ടെ? അമ്മയെ വിളിക്കാൻ പറയാം ഇവിടെന്ന്. അമ്മയാണോ അപ്പനെയാണോ പേടി? രണ്ടുപേരും പേടിയാണോ? രണ്ടുപേരും വിളിക്കാൻ പറയാം കേട്ടോ. ഇവിടെ ശരിയാക്കി തരാടോ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. ഞാൻ എന്റെ ക്ലാസ്സിലിരുന്ന് അവന്റെ ഫ്രണ്ടിനെ ഫോൺ വിളിക്കുന്നു. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോട് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹമൊക്കെയാണ്. ബട്ട് നൗ ഐ ആം അണ്ടർസ്റ്റാൻഡിങ്. യുനോ കുരുത്തം കെട്ട പിള്ളേരാണ് അല്ലേ? കുരുത്തക്കേടൊക്കെ നിറയെ ഉണ്ട് കയ്യില് അല്ലടാ? എവരിബഡിയുടെ കയ്യിലുണ്ട്. വേഗം എഴുതിക്ക്. You should write a long answer. എടാ എനിക്ക് എന്റെ വാ അടച്ചു വെക്കാൻ പറ്റില്ലടാ. I mean, I am having issues with closing my mouth. Every time ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റിൽ ആയിട്ട് നിൽക്കുമ്പോ I need to sing. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോ ചുറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഈ പെണ്ണിന് എന്താ വട്ടോ? പിന്നെ പാട്ടൊക്കെ പാടിയൊക്കെയാണ് ഞാൻ പോകുന്നത്. എഴുതി കഴിഞ്ഞോ? ജിയോ എഴുതിയാ? ജിയോ മൈൻഡ് പോലും ചെയ്തില്ല. ഓക്കെ. ചോദിച്ചാലോ? യെസ്. ആരാണ്? ലോറീൻ. യെസ്, ലോറീൻ. ആൻസർ പറയോ മക്കളെ? അരെ വാ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. നത്തിങ്. മൈക്കിന്റെ അടുത്ത് ഇങ്ങനെ വരും, എന്നിട്ട് സംസാരിക്കൂ. The drastic changes that transform larva into adult, അല്ലേ? That is metamorphosis. Okay, how does metamorphosis takes place in frog? എടാ അൺമ്യൂട്ട് ചെയ്യണം. അത് എഴുതിയില്ല. ഈസി ആൻസർ അല്ലടാ.
It's okay. Very good, Lorraine. Alle? Yeah, very good, Lorraine. We will ask the second one's answer to Hayden. Yeah. Hayden, how does metamorphosis takes place in frog? In frog, the metamorphosis takes place from egg to the adult stage. Egg അപ്പൊ തന്നെ adult ആവൂ? Egg. Egg to late tadpole, then late tadpole, adult frog. Yes, okay. And you remember which hormone was responsible for this? Now you wrote in exam. That means you haven't written that. Allada. മനസ്സിലായി മോനെ. എഴുതിയോ? പരീക്ഷയ്ക്ക് എഴുതിയോ? Okay. Okay, super. അടിപൊളി. അപ്പോ what he said is the answer. Hayden പറഞ്ഞതാണ് ആൻസർ. ലൈക്ക് ഫ്രോഗിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുക ഫ്രോഗ് വിൽ ബി ലേയിങ് എഗ്സ്, അത് ടാഡ്പോൾ ആകും, ടാഡ്പോൾ ഗ്രോ ചെയ്ത് അഡൾട്ട് ആയിട്ട് മാറും. ഓക്കെ, യെസ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ലൈക്ക്, നിങ്ങൾ കാണുമ്പോൾ ഇത് എന്തോ വലിയ ലൈക്ക് മത്തങ്ങ പോലത്തെ ആൻസർ ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലാർവ ഇൻ ടു അഡൾട്ട് ഇസ് കോൾഡ് മെറ്റമോർഫോസിസ്. ഐ ഹാവ് ഗിവൺ എക്സാമ്പിൾ. ലൈക്ക് ടാഡ്പോൾ ഇന്ന് അഡൾട്ട് ഫ്രോഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കൊക്കൂൺ ഇന്ന് മോത്ത് ഉണ്ടാവുന്നത്. ലൈക്ക് ഐ ഹാവ് ഗിവൺ 2 എക്സാമ്പിൾസ് ഫോർ ദിസ്. There is no need of providing examples. I just wanted to share with that. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ എത്തും. ഇനി ഇവിടെ ഞാൻ എഴുതിക്കുന്നത് എന്താ, ഫ്ലോഗിന്റെ ലൈഫ് സൈക്കിളിൽ ഇറ്റ് വിൽ ബി ലേയിങ് ഡൗൺ എഗ്സ് and then it will be transforming to tadpoles, which is the larva, and finally it will be transforming into adult, and this process is what we call as metamorphosis. I have attached one diagram. നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല, പക്ഷേ it will be good if this comes as a 5-mark question to draw. കേട്ടോ, 5-mark ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ 5 മാർക്ക് ഇടാറില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. ഐ യൂഷ്വലി ഡു ദാറ്റ് ബിക്കോസ് യു ഹാവ് ടു പ്രാക്ടീസ് റൈറ്റിംഗ് ഇൻ പാരഗ്രാഫ്സ്. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ വരും ക്ലാസ്സസിൽ യു ഹാവ് ടു എക്സ്പെക്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് യു ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ പാരഗ്രാഫ്സ്, വലിയ വലിയ ആൻസേഴ്സ്. ദാറ്റ്സ് വൈ ഐ ഓൾവേസ് ഗിവ് യു 5-mark ക്വസ്റ്റ്യൻ. സോ ഐ ബി ലൈക്ക് ഡ്രോയിങ് വൺ ഡയഗ്രാം വിത്ത് ദാറ്റ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ആൻസർ. ഇനിയിപ്പോ ആർക്കെങ്കിലും ഒക്കെ ഇത്രയും എഴുതാനായിട്ട് മടിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. So what you can do is like frogs life cycle, and you do is like frog in the egg, then tadpole, then adult. ഈ ടാഡ്പോളിന്റെ അവിടെ വേണമെങ്കിൽ ലാർവ എന്ന് എഴുതി വെച്ചു. This is what I have written here, this much വലിയ പാരഗ്രാഫ് ആയിട്ട് in sentences. ഈ എഴുതി വെച്ചേക്കണ കാര്യമാണ് ഇത്, കേട്ടോ. So you can write like this as well. It's all okay. Okay, yeah. I'll show you the picture. ഇങ്ങനെ വലിയ വലിയ പിക്ചർ ഒന്നും വരയ്ക്കണം. ഇങ്ങനെ ഒരു വലിയ പിക്ചർ വരയ്ക്കണമെന്നൊക്കില്ല. തവളെ വരയ്ക്കാൻ അറിയുവോ? തവളെ വരയ്ക്കാൻ അറിയുവോ? ഉണ്ടാക്കാൻ അറിയോടാ? പേപ്പറിൽ ഉണ്ടാക്കാൻ അറിയോടാ? ഒറിഗാമി തവള? No, only one person in my class knows. ആർദ്ര. വേറെ ഒരാൾക്കും അറിയത്തില്ല. ദാറ്റ്സ് അടിപൊളി തവള. അതിനെ ചാടിക്കാനൊക്കെ പറ്റോടാ നമുക്ക്? യാ, യു ട്രൈ ദാറ്റ്. ഇങ്ങനെ അറിയാവുന്നവരെ വരച്ചു വയ്ക്കുന്നത് ഇസ് ബെറ്റർ. ഇത് മുട്ട, ഏർലി ടാഡ്പോൾ, ലേറ്റ് ടാഡ്പോൾ, അഡൾട്ട്. ഇല്ല ഏർലി ലേറ്റ് ടാഡ്പോൾ അങ്ങനെ പേര് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യമില്ല, ജസ്റ്റ് ടാഡ്പോൾ എന്ന് എഴുതിയാലും മതി, കേട്ടോ. യാ, ഹൗ മെനി ഓഫ് യു വെയർ ഏബിൾ ടു ആൻസർ? കൈ വീശി കാണിച്ചേ. ആരെങ്കിലും എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ആൻസർ ഇപ്പൊ കാണിച്ചു തരാം, വേഗം കോപ്പി ഡൗൺ ചെയ്തോട്ടാ. എഴുതിയോ? Shall we move on to the next question? എഴുതണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
നോക്കൂ, ഡിസ്ക്രൈബ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് with the help of a labeled diagram. How many of you know to draw a diagram of a female reproductive system? കൈവിശി കാണിച്ചടാ. കുറച്ചു പേർക്ക്. ഡയഗ്രാം വി വിൽ ഡ്രോ ടുഗെദർ. ഫസ്റ്റ് യു റൈറ്റ് എന്താണ് അതിന്റെ പാർട്സ്, ഓർഗൻസ് ഒക്കെ ഏതാന്നൊക്കെ ഉള്ളത് നിങ്ങൾ എഴുതൂ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ഇതൊക്കെ 5 മാർക്കിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ആദി finished? Yes, okay. Ma'am, can I have this? Mute ചെയ്യോ? ഓക്കെ, കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു. ഇവ കഴിഞ്ഞോ? ഇല്ലേ? എടാ ഈ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഏഞ്ചൽ, മിലൻ, ഡിയോൺ, അനന്തു, ദെൻ ആഗ്നേയ്, ആയുഷ്, ഹജറ, റോഹൻ, പിന്നെ ആരാന്ന് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ജൊഹാൻ, ഇവരുടെ ഒക്കെ കഴിഞ്ഞോ? ആൻസർ എഴുതി കഴിഞ്ഞോ? യെസ്. Ma'am, we should explain the parts. Yes, you should. ആദ്യം നമുക്ക് എന്ത് എഴുതാം? പാർട്സ് ഏതൊക്കെയാന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് 1 ലൈൻ ഡിസ്ക്രിപ്ഷൻ ഫോർ എവറി പാർട്ട്. മനസ്സിലായോ? So you'll be starting like the parts of a female reproductive system are dash 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 and dash. എന്നിട്ട് അത് എഴുതി, പേരെല്ലാം എഴുതി. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് ഇസ് ഇന്നത്, ഹിയർ ദിസ് ഇസ് ഹാപ്പനിങ്. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ ദിസ് ഇസ് ഹാപ്പനിങ്. അങ്ങനെ ഓരോ പാർട്ടിലും ദിസ് ഇസ് ഹാപ്പനിങ് എന്നുള്ളത് എഴുതുക. ദിസ് ഇസ് ഹാപ്പനിങ് മീൻസ് ലൈക്ക് യു ഹാവ് ടു റൈറ്റ് ദ ഫംഗ്ഷൻ. Can anybody say answer? എഴുതി കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ I will ask to them. Tiara, അല്ലേ? Tiara, can you answer? Sure. The female reproductive organs consist of a pair of ovaries, oviducts, and uterus. The ovary produces female gametes called ova. In human beings, a single mature egg is released into the oviduct by one of the ovaries every month. Uterus is the
part where the development of the baby takes place. Like the sperm and egg is also a single cell. Super. Adipoli. You can also write about vagina if you want. Get out. That's also you can include. I will show my answer. Okay. ഞാൻ ഇത് ആദ്യം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തുതരാം. ഐ ഹവ് റിട്ടൺ ലൈക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ എന്തൊക്കെയുണ്ട്? എ പെയർ ഓഫ് ഓവറീസ് ആർ ദർ ആൻഡ് എ പെയർ ഓഫ് ഒവിഡക്ട്. ഒവിഡക്റ്റിന്റെ വേറെ പേരും കൂടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാലോപ്പിയൻ ട്യൂബ്. ഇഫ് യു വാണ്ട് യു കൻ മെൻഷൻ. ആൻഡ് ദെൻ ദർ ഈസ് എ യൂട്രസ് ആൻഡ് എ വജൈന. ഓക്കെ. ഇനി ഓവറി എന്താ ചെയ്യുന്നത്? It produces the female gamete. What is the name of the female gamete? Ovum അല്ലെങ്കിൽ egg. This is what which is produced by ovary. And every month ovaries എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓവത്തിന് സിംഗിൾ egg or single ovum is released into oviduct. So basically the function of oviduct is to carry the egg. Ovary release ചെയ്യുന്ന egg എല്ലാ മാസവും carry ചെയ്ത് കൊണ്ടുപോകുന്ന ട്യൂബ് ആണ് oviduct. And later I have written about uterus. Uterus is the part where embryo grows and finally forms a baby. നമ്മുടെ വയറ്റിൽ ഇതിരുന്ന് വളരുന്നു എന്ന് പറയുന്നു. ആക്ച്വലി എവിടെ വളരുന്നു? That's in the uterus. And I have written about vagina as well. Vagina is the part through which baby comes out. അല്ലെങ്കിൽ you can say that vagina is the part through which this sperms are actually received by human female. ഇനിയിപ്പോൾ ഈ വജൈന വേണ്ട അത് എഴുതണ്ടെന്നുണ്ടെങ്കിൽ you can exclude that as well. It is just an additional part. അതില്ലെങ്കിലും കുഴപ്പമില്ല. പിടി കിട്ടിയോ? So I listed the organs first, then I described about all the parts in a single sentence. One single sentence is enough. കേട്ടോ? ഓവറി ഓവം ഉണ്ടാക്കുന്നു, then ഓവത്തിനെ ക്യാരി ചെയ്യുന്നത് oviduct, and then the embryo grows into the baby in the uterus. These are the points that you need to write. എത്ര പേർക്ക് എഴുതാൻ പറ്റി? കൈവിഷ് കാണിച്ചേ. എത്ര പേർക്ക് എഴുതാൻ പറ്റി? ഓക്കെ, സൂപ്പർ. എഴുതാത്തവര് വേഗം വേഗം എഴുതിയെടുത്തോ. ആൻഡ് ദെൻ എഴുതി കഴിഞ്ഞവരൊക്കെ പെൻസിൽ എടുത്ത് റെഡി ആവുക. വി വിൽ ബി ഡ്രോയിങ് ബിക്കോസ് ക്വസ്റ്റ്യൻ ഇസ് ആസ്കിങ് ഫോർ എ ഡ്രോയിങ് അല്ലേ? അതുകൊണ്ട് വി വിൽ ഡ്രോ. For every drawing in biology, you should give a heading. നമ്മുടെ ഇവിടുത്തെ ഹെഡിങ് എന്താ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മാം, we should explain the part. ഇത് ഞാൻ പറഞ്ഞല്ലോടാ, പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. That's why I have written about each of them. അല്ലേ? നിങ്ങൾ ഓൾവേസ് റിമെമ്പർ, whenever you are asked to draw a diagram, നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഒരു 5 or 6 lines അത്രയും വരണ ഒരു ഡയഗ്രാം വരച്ചാൽ അത് ഒരു പേജ് മൊത്തം വരച്ച് കൊളമാക്കി വെക്കണ്ട കേട്ടോ. ജസ്റ്റ് എ ക്വാർട്ടർ പേജ്, 5 or 6 ലൈൻസിൽ വരുന്ന ഒരു കുഞ്ഞു ഡയഗ്രാം വരച്ചാൽ മതി. The diagram should be neat with pencil, proper labelings. That's what they need. ഇങ്ങനെ ഒരു പേരും കൊടുക്കണം കേട്ടോ. Shall we draw together? Yeah. Okay. എടാ സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കണ്ട, സെൽഫ് ആയിട്ട് വരച്ചോ. And those who don't know, we'll draw together. Okay? Yeah. No. ജസ്ന വരച്ചോ? വരച്ചേ? ഓക്കെ, ഗുഡ്. കണ്ടോ ഞാൻ വരച്ചത് വല്ലതും കണ്ടോ? എന്റെ സിസ്റ്റം ആയി മൈ ഫിനിഷ്ഡ് അല്ല, മൈ സിസ്റ്റം ഈസ് പകുതി ഫിനിഷ്ഡ്. Should I change something? ചെരിവുണ്ടല്ലടാ ഇനി, മോഹൻലാൽ പോലെ ഇരിക്കുന്നത്. ദൈവമേ, ഇവിടെ മോഹൻലാൽ ഫാൻസ് ഉണ്ടോ? എനിക്ക് അടിയിട്ടോ?
Okay, now it's almost okay. Okay, and we will be കുഞ്ഞു കൈ പോലെയൊക്കെ വരച്ചു കൊടുക്കാം. ഞാനൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. കുഞ്ഞു കൈ കണ്ടോ? കണ്ടോ കണ്ടോ? ഇതിപ്പോ കൊറേ പേരല്ലായി പോടാ. കുഴപ്പമില്ല. We will adjust. Looking different, right? Then you connect here. Connect here. Okay? Finished. Now we will be labeling. Idara. This is ovary. This tube is oviduct. This is uterus. This opening is vagina. Ta-da! നിങ്ങൾ വരച്ചു കഴിഞ്ഞോ? എന്റെ കഴിഞ്ഞടാ. എന്റെ ദിസ് ഫിനിഷ്ഡ്. ഖത്തം ഹോ ഗയാ. എടാ ചെയ്ത് കഴിഞ്ഞവരൊക്കെ കാണിച്ചേടാ, സ്ക്രീനിൽ കാണിക്കേ. ഐ വിൽ ചെക്ക് ആൻഡ് ഐ വിൽ കമന്റ്. ചില ആളുകൾക്ക് ഐ വിൽ ബി ഗിവിങ് റീഡ്രോ കേട്ടോ, വേറെ ഒന്നുകൊണ്ടും അല്ല, ചില കുറ്റക്കേടൊക്കെ ഒപ്പിക്കുന്നവർക്ക്. ആദ്യം തന്നെ കിട്ടിയ ആള് ഒരു റീഡ്രോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ അഭിജിത് സാർ? നീല കളർ അല്ലേ ആ തോന്നുന്നത് നമ്മള് അല്ലേ? എടാ നീല കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ഇരുന്ന ഞാൻ റീഡ്രോ കിട്ടും കേട്ടോ. കേട്ടോ ആർദ്ര? because you are lacking pencil, that is why. ശ്രേയസിന്റെ അല്ലേ? ആണോ? ഓക്കെ 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 ഗുഡ്. ഞാൻ എത്ര പേരുടെ കണ്ടു എന്ന് പേര് വായിക്കാം ഞാൻ. I saw Rohan, Rahul, Shreyas, Hayden, Adinath, പിന്നെ ഹാദി, ലൊറൈൻ, ജസ്ന, അൻവിത, നിയോൺ, വൈഗ, കെവിൻ, അവന്തിക, ശിവദർശ്, ദേവനന്ദ, ഫാത്തിമ, മിൻഹ, കെവിൻ അത് ഞാൻ പറഞ്ഞു, സഞ്ജു, ജന്ന, അബ്രീന അല്ലേ? അബ്രീന, റോസ്മരിയ, നൂറ. ദെൻ അത്രയും പേരുടെ കണ്ടുള്ളൂ. കാണാത്ത ഇഷ്ടമാതിരി പിള്ളേരുണ്ട്. കണ്ടവരുടെ എല്ലാവരുടെയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചവരൊക്കെ നോട്ട് പുട്ട് ഡൗൺ ചെയ്തോ. ഒറിജിനലി ദ ഡയഗ്രാം ലുക്സ് ലൈക്ക് ദിസ്. കാണിച്ചരാം. കണ്ടോ? ഏകദേശമൊക്കെ വന്നാൽ മതി. ട്വിൻസ് ആണെന്ന് തോന്നൂല എന്നാലും. കഴിഞ്ഞവരുണ്ടെങ്കിൽ കഴിഞ്ഞ കാണിച്ചേ. വരച്ചൊക്കെ കഴിഞ്ഞു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് വളരെ സിമ്പിൾ ചോദ്യം. വാട്ട് ഈസ് ബഡ്ഡിങ്? എക്സ്പ്ലെയിൻ. ഇവിടെ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല. ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് യു ക്യാൻ ഡ്രോ, അതർവൈസ് ഡോണ്ട്. ഞാൻ വായിക്കുവാണേ. Ma'am, why does the ovary looks like hands? It's not ovary മക്കളെ. ഓവിഡക്റ്റിന്റെ end point ആണ് looking like a hand. It is because that portion is what we call as fimbriae, and this part is actually helping to collect the ovum released by ovary. ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ വെച്ചല്ലേ മേടിക്കുക അല്ലേ? സോ ഐ നീഡ് ഫിംഗേഴ്സ് ടു ഹോൾഡ് ഇറ്റ് അല്ലെ? ഇതിനെ പിടിക്കണമെങ്കിൽ എനിക്ക് ഫിംഗർ വേണം. അപ്പൊ അതുപോലെ തന്നെ ഈ ഓവറി റിലീസ് ചെയ്യുന്ന ഓവം പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? വിരല് പോലെ വേണം. ആ വിരല് പോലത്തെ സാധനമാണ് നമ്മൾ വരച്ചത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ കൈ.
explanation you can give with the help of an example. കേട്ടോ? ലെജിൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. കനിഷ്കർ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ, കാണാൻ പറ്റില്ല ഈ എക്സ്പ്രഷൻ. എടാ ഹെയ്ഡൻ, are you writing with left hand? Really? You eat with എഴുതൽ മാത്രം അല്ലേ? ഓ, one of my cousin is there. She does everything with left hand, even eats with left hand. But എനിക്ക് അത് കാണുമ്പോൾ ഇതുപോലെ തോന്നൂടാ. Anybody here else is having this left hand working? Left-handers undo? Usually psychology says that left-handers are ഭയങ്കര genius. They have logical brain എന്നാണ് പറയുന്നത്. ആണോ? എടാ റോഹ, ലെഫ്റ്റ് ഹാൻഡ് എനിക്കുണ്ട്. നീ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതാറുണ്ടാ? അവനെ നീ ലെഫ്റ്റ് ഹാൻഡ് കാണിച്ചിരുന്നു. ഓക്കെ, കഴിഞ്ഞോ? ഇതിപ്പോ എങ്ങനെ തീരുവോ? അയ്യോ, ആരെയും കണ്ടല്ലോ, പോയി. ആദിനാഥ് കഴിഞ്ഞോടാ? ആദിനാഥല്ലെന്ന് തോന്നുന്നല്ലേ അത്? അതെ അതെ. എടാ, ഞാൻ പേരൊക്കെ വായിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് എ ഗസ്. ഐ വിൽ സി ആദി, ബാക്കി ഞാൻ ഗസ് അടിക്കും. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. വലിയ വലിയ ആൻസേഴ്സ് ആണിത് അല്ലേ? ഷാൽ വി ആസ്ക്? എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹു വിൽ ബി സേയിങ്? Aisal. Aisal, can you describe? Budding is a form of asexual reproduction in which a new organism grows out from a part of the parent body and eventually an example reproduces bud is hydra. Hydra. What about yeast? Yeast also. കേട്ടോ? ഈസ്റ്റ് ഓൾസോ. ഓക്കെ, വെരി ഗുഡ്. എയ്സൽ. യെസ്, ബഡ്ഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ട വേർഡ്. ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അത് എഴുതിയേ പറ്റുള്ളൂ. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. ആൻഡ് ഹിയർ വാട്ട് ഹാപ്പൻസ്? വൺ ന്യൂ ഇൻഡിവിജ്വൽ ഈസ് ഗ്രോൺ ഫ്രം എ തിങ് കോൾഡ് ബഡ്. ഒരു പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത് ദാറ്റ് ഈസ് ഫ്രം സംതിങ് വിച്ച് വി കോൾ ആസ് ബഡ്. ഞാൻ നിങ്ങളെ വരച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി. സപ്പോസ് ദിസ് വാസ് ഹൈഡ്ര. ഇത് എന്തിട്ട് ഹൈഡ്രയാ? അഡ്ജസ്റ്റ് ചെയ്യടാ. ഇപ്പൊ ഈ ഹൈഡ്ര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് വാസ് എ ഹൈഡ്ര അല്ലെ? ഫ്ലവർ വേസിന് മുടി വരച്ച പോലെ ഇരിപ്പുണ്ട്. ബട്ട് ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് എ ഹൈഡ്ര. നൗ വാട്ട് ഹാപ്പൻസ് വിത്ത് എ ഹൈഡ്ര ഇസ് ലൈക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ബഡ് വരോടാ. അതിന് കുഞ്ഞത്. ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ബഡ്. ഓക്കെ, ബഡ് ത്രൂ ആണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ ദ ബഡ് ഗ്രോസ് ആൻഡ് മെച്യൂർസ് അതിനും ഇതുപോലെ മുടി പോലെയൊക്കെ വരും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഡിറ്റാച്ചിങ് ഫ്രം ദ പാരന്റ്സ് ബോഡി. ഇറ്റ് വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ദ പാരന്റ്സ് ബോഡി. എന്നിട്ട് ഇത് പറന്ന് ഇവിടെ വന്ന് വീണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വീഴുന്ന സ്ഥലത്ത് എന്തായിട്ട് മാറും? ഒരു പുതിയ ഹൈഡ്രയായിട്ട് അത് മാറും. പിടികിട്ടിയോ? This is how it works.
So I have described budding in detail and I have given examples of hydra and yeast. കേട്ടോ, ഇത് ഫുൾ എക്സാമ്പിൾ എഴുതണമെന്ന് നിർബന്ധമില്ല. ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. യു ഷുഡ് ബി ഓൺലി റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് ദ ഓർഗാനിസംസ്. ദാറ്റ് മീൻസ് യു ഷുഡ് ബി ഓൺലി റൈറ്റിംഗ് ടിൽ ദിസ്. ന്യൂ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇത് എഴുതി വെച്ചെന്ന് മാത്രം. ഷുഡ് വി ഡ്രോ ദിസ്? നോ നീഡ്, നോ നീഡ് ഓഫ് ദാറ്റ്. ഇത് എഴുതാത്തവരൊക്കെ വേഗം എഴുതിയെടുത്തു. വേഗം എഴുതിയെടുത്തോടാ. കഴിഞ്ഞോ? Okay. Okay. Now we will go for question answer session. അത് കഴിഞ്ഞിട്ട് we will play a game. Okay? Yeah. Okay. So I hope you were able to answer. കേട്ടോ, നമ്മൾക്ക് ഇനി ഒരു കുഞ്ഞു ഗെയിം ആയാലോ? Shall we? Do you remember the game? Do you remember the game? Yeah? Yeah. Game is very simple. It's like I'll be showing you some MCQs, maybe objective type ആയിരിക്കും, അല്ലെങ്കിൽ assertion reason type ആയിരിക്കും. Okay? And what you have to do is like I have divided this into two like groups, group girls and group boys. Okay? അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബോയ്സിനും ഗേൾസിനും നമുക്ക് ക്വസ്റ്റ്യൻ കൊടുക്കും. ആദ്യം ഇപ്പൊ ഏതെങ്കിലും ഒരു ടീമിന് ക്വസ്റ്റ്യൻ കൊടുത്തെന്ന് വിചാരിക്കും. എന്നിട്ട് അവർ ഉത്തരം പറഞ്ഞാൽ അവർക്ക് 1 മാർക്ക് കിട്ടും. അവർ തെറ്റിച്ചാൽ അവർക്ക് 1 മാർക്ക് റെഡ്യൂസ്ഡ് ആവും. തെറ്റിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇവര് അറിയുന്നതാണല്ലോ അല്ലെ? യാ. ആൻഡ് ഹിയർ ദർ വിൽ ബി സ്കോർ ബോർഡ്. സ്കോർ ബോർഡിൽ ജയിക്കുന്ന ആരാണോ ദാറ്റ് ഗ്രൂപ്പ് വിൽ ബി ഹാവിംഗ് 1 ട്രോഫി സ്പോൺസർഡ് ബൈ അഭിജിത്ത് സർ. ബോയ്സ് ടീമിന്റെ ഹെഡ് അഭിജിത്ത് സാർ ആണ്. അത് വേണോന്ന് പറഞ്ഞ ചോദിച്ച് മേടിച്ചതാ. ഗേൾസ് ടീമിന്റെ ഹെഡ് ഞാനും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്കോർ ബോർഡ് വരയ്ക്കുന്നു. ഐ ആം ഡ്രോയിങ് ദാറ്റ് റൈറ്റ് നൗ. ടീം ബോയ്സ് ആൻഡ് ടീം ഗേൾസ്. യെസ്. ഓ, ബോയ്സ് കഴിഞ്ഞ തവണ തോറ്റിരിക്കണേണല്ലേ? ഞാനുള്ള ഗ്രൂപ്പ് ജയിക്കൂടാ. അതാണ് സംഭവം. യുനോ? യാ. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, ഇതാരോടാ നമ്മൾ ചോദിക്കുന്നത്? ഗേൾസിനോട് ചോദിക്കാം അല്ലേ? യാ. ഓക്കെ. ദ നമ്പർ ഓഫ് മോഡ്സ് ബൈ വിച്ച് അനിമൽ റീപ്രൊഡ്യൂസ് ആർ ഡാഷ്. 2, 3, 4, none of this. ഗേൾസിനോടാണ് ചോദ്യം. യെസ്, ഗേൾസ്. ശൃംഗ. Which is the option, മകളെ? 2. ഉറപ്പാണോ? Yes. Okay. Very good. Right answer is option A, 2. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോഡ്സ്, അസെക്ഷൽ മോഡും അതുപോലെ തന്നെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ. യെസ്. അടുത്ത ചോദ്യം. ബൈനറി ഫിഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ഡാഷ്. ഹൈഡ്ര, ഈസ്റ്റ്, amoeba and human being. This is for boys. കേട്ടോ? Yeah. Roshan. Yes. Amoeba. ഉറപ്പാണോടാ? എടാ, നീ എന്നിട്ട് വേറെ ഓപ്ഷൻ ഒക്കെ നോക്ക്. എടാ, നീ അവിടെ ഈസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. Amoeba. Okay. Amoeba is the right answer. Option C is the right answer. Oh, an answer കാണിക്കണ്ട. Amoeba is the right answer. കേട്ടോ?
ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, asexual reproduction is observed in dash cow, buffalo, sponge and hen. ആരിലാണ് asexual reproduction കാണുന്നത് എന്നാണ് ചോദ്യം. ദിസ് ഇസ് ഫോർ ഗേൾസ് അല്ലേ? ഐഷ, who shows asexual reproduction മക്കളെ? അറിയോ? ഇല്ല. കൈ കൊണ്ട് കാണിക്കൂ, കേൾക്കാൻ വയ്യ, സൗണ്ട് ഇല്ല. കൈ കൊണ്ട് കാണിച്ചു. ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാ? 1 2 3 4 2. സൂപ്പർ, വെരി ഗുഡ്. എടാ ഞാൻ ടീം മാറണേടാ. ഐ എം ഷിഫ്റ്റിംഗ് ടീം. ബോയ്സ് എന്നെ എടുക്കോ? ടീമിൽ എടുക്കോടാ നിങ്ങൾ എന്നെ. നമുക്ക് അഭിജിത്ത് സാറിന്റെ ഗേൾസിന് കൊടുത്തിട്ട് എന്നെ നിങ്ങൾക്ക് എടുത്തരാം. ഓക്കെ, തെറ്റിപ്പോയി ഉത്തരം. സോ ക്വസ്റ്റ്യൻ ഇസ് പാസ്ഡ് ഓൺ ടു ബോയ്സ്. റയാൻ, യെസ്, unmuting you Ryan. Which option മക്കളെ? Cow. Very good. Super. എടാ ഏത് പശുവാടാ asexual reproduction ചെയ്യുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പശു asexually reproduce ചെയ്യുന്നു. How that is possible? പശു കുഞ്ഞുങ്ങളെ പ്രസവിക്കാണ് ചെയ്യുന്നത്. That is the basic knowledge, you know. നിങ്ങൾ കണ്ടിട്ടില്ലേ പശുക്കുട്ടിയൊക്കെ ഉണ്ടാവുന്നത്? That is asexual mode. ഇതിന്റെ ആൻസർ എന്താന്ന് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുക. ബിക്കോസ് ഇത് കൊടുക്കാൻ വേറെ ടീമില്ല. എടാ കൗവ്, ബഫല്ലോ, ഹെന്ന് ഇതെല്ലാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നവരാ. സ്പോഞ്ച് ഈസ് എ ജീവി കേട്ടോ. കടലിൽ നമുക്ക് നമ്മൾ ദേഹത്തൊക്കെ തേക്കുന്ന സ്പോഞ്ചില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പോഞ്ചില്ലേ, അതുപോലത്തെ സ്പോഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട് കടലില്. അതും ഇതുപോലെ തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ജീവിയാ കേട്ടോ. വലിയ ക്ലാസ്സിൽ എത്തുമ്പോ പഠിക്കും. ഓക്കെ, പോട്ടെ, സാരല്ലടാ. അടുത്ത ചോദ്യം. കുഴപ്പമില്ലടാ, എനിക്ക് 2 സ്കോർ ബോർഡ് ഈക്വൽ ആയി നിന്നാ മതി. എന്റെ ആഗ്രഹം അതാണ്. യുനോ, ഇൻ ഹൈഡ്ര the mode of reproduction is dash asexual, sexual, both A and B and none of this. ഭയങ്കര ഹാർഡ് ചോദ്യം ആയതുകൊണ്ട് ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? ഓക്കെ, ഗേൾസിനാണ് ചോദ്യം. അധിക. ഓക്കെ, അധിക. യെസ്, ആൻസർ പറഞ്ഞു മക്കളെ. ഓക്കെ, വെരി ഗുഡ്. asexual reproduction ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഈസ് asexual reproduction. എടാ മിസ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇറ്റ്സ് ലൈക്ക് ഈ MCQ ചെയ്യുമ്പോണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നാൽ മതി. യു ഷുഡ് ബി ലൈക്ക് റെഡി ടു സേ ആൻസർ ഓർ യു ജസ്റ്റ് ടൈപ്പ് ഇൻ ചാറ്റ് ബോക്സ് സോ ദാറ്റ് യു ആർ ആക്റ്റീവ്. എഴുതിയെടുക്കാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല, നമ്മൾ വേഗത്തിൽ ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ കളി രസം ഉണ്ടാവില്ലടാ മെല്ലെ ചെയ്താ. അപ്പൊ അതുകൊണ്ട് കേട്ടോ, സിമ്പിൾ ഫോർ ഗേൾസാ. എടാ നീ എന്ത് ദുഷ്ടനാടാ, പാവം ഗേൾസ്, ദേ ആർ ഡൂയിങ് ഓൾ ദ ഹാർഡ് വൺസ്. ബോയ്സിനാണ് സിമ്പിൾ കിട്ടുന്നത്. അപ്പോഴാണ് അവന് ഇങ്ങനെ കുശുമ്പ് പറയുന്നത്. അടുത്ത ചോദ്യം കേട്ടോ, അടുത്ത ചോദ്യം. The animals that produce new ones via egg are called dash viviparous, oviparous, both and none of this. Sanju. Yes, പറയൂ സഞ്ജു. എന്നതാ നീ പറഞ്ഞെന്താണ്? എനിക്കറിയൂല, അതല്ല ഞാൻ നിന്നോട് ചോദിച്ചത്. ഉറപ്പാണോ? അല്ലടാ, സത്യമായിട്ടും അല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ. ഓ ലുക്സ് ലൈക്ക് എ മുട്ട അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓവി പാരസ് മീൻസ് മുട്ട ഇടുന്നവർ.
അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ മെയിൽ ഗാമെറ്റ് ഓർ സ്പേം കൺസിസ്റ്റ് ഓഫ് ഡാഷ് 3 parts, 2 parts, 4 parts, none of this. ഭയങ്കര ടഫ് ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഐ ഗെറ്റ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ രാത്രി ഇരുന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടേ ഇത്ര ടഫ് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. യുനോ, യാ. ഗേൾസിനോടാണ് ചോദ്യം. എടാ, സ്കോർ ബോർഡിൽ ഇതിന് ഭയങ്കര ഗ്രോത്ത് വരണം. യാ, അഭിത്രയ. യെസ്. വിച്ച് ഓപ്ഷൻ മക്കളെ? സൂപ്പർ. എടാ, യു തിങ്ക് ലൈക്ക് ദിസ് ഇസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. ഞാൻ പോണേ. ഈ ഗേൾസ് എന്നെ നാണം കെടുത്തെന്ന് തോന്നുന്നു. മുട്ട മേടിച്ചോണ്ടേ ഇരിക്കുവാണ്. എനിക്ക് തോന്നുന്നു they are having an idea to take all the മുട്ടാസ് home. എടാ, വീണ്ടും തെറ്റ്. ബോയ്സ്, ഞാൻ പണ്ടേ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ ടീമിൽ വരാന്ന്. ബോയ്സിനോട് ചോദിക്കാം. ആരാ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത? സാവിയോ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്തോ സാവിയോ. എടാ, അൺമ്യൂട്ട് ചെയ്യാത്തവരുടെ പോയിന്റ് ഞാൻ കുറയ്ക്കും. ഓക്കെ. നവ്യന്തു, ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ. യെസ്, പറയൂ മക്കളെ, വിച്ച് ഓപ്ഷൻ? വെരി ഗുഡ്, സൂപ്പർ. ഉത്തരം തെറ്റിപ്പാടാ. ചുമ്മാ പറഞ്ഞ. വെരി ഗുഡ്. ബോയ്സ് ടീം 2 പോയിന്റ് കിട്ടി. 3 parts, ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ അല്ലേ? യാ. അടുത്ത ചോദ്യം. ഓവം ഓർ എഗ്സ് ആർ ഫോംഡ് ഇൻ ഡാഷ്. ഓവറി, ടെസ്റ്റിസ്, പീനസ്, ഓവിഡന്റ്. I don't find any way. Okay, Janna. Janna, which option, Janna? Ovident. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണോടാ. ഓവറി. ഓക്കെ. ഞാൻ ആദ്യം ഞെട്ടി. എന്നെ ഹാർട്ട് ഒരു ബീറ്റേ സ്കിപ്പ് ചെയ്ത് ഓവിഡന്റ് നോക്കെ എന്താണോ എന്തോ അത്. അപ്പോ ആൻസർ ഈസ് ഓവറി കേട്ടോ. 1 point. ഇനി സമയമുണ്ടല്ലോ അല്ലെ? ഇഷ്ടംമാതിരി സമയമുണ്ടടാ. ഇഷ്ടംപോലെ സമയമുണ്ട്. അടുത്ത ചോദ്യം. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് മെയിൽ ബോഡി, ഇൻസൈഡ് ഫീമെയിൽ ബോഡി, ഔട്ട്സൈഡ് ഫീമെയിൽ ബോഡി, ഔട്ട്സൈഡ് മെയിൽ ബോഡി. ടീം ബോയ്സ്. ഇഷാൻ. അന്യൂട്ട് ചെയ്യും മക്കളെ. പറഞ്ഞോ. എടാ, ഉറപ്പാണോ? വന്ന് പിള്ളേരെ മിസ്സറിയണ്ടല്ലോ, അടിക്കണ്ട. എനിക്കറിയാമൊക്കെ. ഓക്കെ, വെരി ഗുഡ്. എടാ, ഒരു ചോദ്യം കൂടെ ചെയ്യാടാ. വേണ്ടല്ലേ? എടാ, ഐ ആം സീയിങ് നോ വേ ടു ബ്രിങ് യു ബാക്ക് ഗേൾസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിന്നേഴ്സ് അതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനുള്ളൊരു ടീം അടപടലം തോക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ യു ഗെറ്റ് ദിസ് മാർക്ക്. ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. ഞാൻ ബോയ്സ് ടീം ആയിരുന്നു. ഗേൾസ്, ഐ ആം ഡിസപ്പോയിന്റഡ്. പക്ഷെ കുഴപ്പമില്ല, ബോയ്സ് ടീം ആണ് വമ്പിച്ച എന്താ പറയാ വിജയം. ഇത് ട്രോഫി, ഇതിനകത്ത് ഇരിക്കുന്ന മിഠായി ആണെന്ന് സങ്കല്പിക്കാം നിങ്ങള്. അബ്ജിത് സാറിന്റെ സ്പോൺസേഡ് ട്രോഫിയാണ്. അപ്പൊ വെൽ ഡൺ ബോയ്സ് ടീം. അടുത്ത തവണ ഞാൻ എന്റെ ഗേൾസ് ടീമിനെ കൊണ്ട് ഉഷാറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അല്ലാതെ ഇപ്പൊ ഞാൻ വേറെ മാർഗം ഒന്നും കാണുന്നില്ല. തോറ്റു തുന്നമാടിയാണ് ഞാനിന്ന് പോകുന്നത്. വിഷമുണ്ടടാ, എനിക്ക് നല്ല വിഷമുണ്ട്. ഞാനാണെന്നുണ്ടെ മനഃപൂർവ്വം ഇച്ചിരി എളുപ്പമുള്ള ചോദ്യമൊക്കെ തന്നിട്ട് നിങ്ങൾ അതിനെ കൊളവാക്കി. കുഴപ്പമില്ല.
Okay, so this is it. ഇന്നപ്പോ നമ്മൾ ഏത് ചാപ്റ്ററാ പഠിച്ചേ? We studied this chapter called reproduction in animals അല്ലേ? അപ്പൊ ഇതിന്റെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇന്ന് അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതിയത് അല്ലേ? അപ്പോ ഒരു കാര്യം മിസ് പറഞ്ഞേക്കാം, ഇറ്റ്സ് ലൈക്ക് യു വിൽ ബി സ്റ്റഡിങ് എവറി ഡയഗ്രാം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അതിപ്പോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഡ്രോ ചെയ്യാൻ പഠിക്കണം, ലേബിൾ ചെയ്യാനും പഠിക്കണം. സംടൈംസ് യു വിൽ നോട്ട് ബി ആസ്ക്ഡ് ടു ഡ്രോ, യു വിൽ ബി ആസ്ക്ഡ് ടു ലേബിൾ ഓൺലി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ദാറ്റ്സ് വൈ കേട്ടോ. അതുകൊണ്ടാണ് ഇന്റൻഷനലി ഡ്രോയിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. ഇനി ബാക്കിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കും. മതിയോ? വൈൻഡ് അപ്പ് ചെയ്യാം? യെസ്, ഓക്കെ. സോ ദാറ്റ് ഇസ് ഇറ്റ്. വി ആർ വൈൻഡിങ് അപ്പ്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Ta-ta, bye-bye, good night.